ചിത്രോദയം സ്നാപ് ന്യൂസിലേക്ക് സ്വാഗതം. മദ്യ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം. നേരത്തെ പ്രചരണം കഴിഞ്ഞ ശേഷമാണ് കെജ്രിവാൾ ജയിലിലേക്ക് തിരിച്ചെത്തിയത്. എന്നാൽ അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചിരുന്നില്ല. ഇന്ത്യ സഖ്യത്തിലെ പ്രചരണങ്ങളിൽ സജീവ സാന്നിധ്യമായിരുന്നു കെജ്രിവാൾ. സഖ്യത്തിലെ വിവിധ പാർട്ടികൾക്ക് വേണ്ടിയും അദ്ദേഹം പ്രചരണത്തിന് ഇറങ്ങിയിരുന്നു. ജാമ്യത്തുകയായി 1 ലക്ഷം രൂപ കെട്ടിവെക്കാനും കോടതി കെജ്രിവാളിനോട് ആവശ്യപ്പെട്ടു. റോസ് അവന്യൂ കോടതിയിൽ അവധിക്കാല ജഡ്ജിനായി ബിന്ദുവാണ് വിധി പ്രഖ്യാപിച്ചത്. അതേസമയം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ജാമ്യം അനുവദിക്കരുതെന്നാണ് ആവശ്യപ്പെട്ടത്. ജാമ്യത്തിൽ 48 മണിക്കൂറോളം ഒപ്പിടരുതെന്നും അതിനുള്ളിൽ വിധിയെ ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്യാൻ അനുമതി നൽകണമെന്നും ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ജഡ്ജി ഇഡിയുടെ ആവശ്യം തള്ളി. വിധിയിൽ സ്റ്റേ നൽകിയില്ലെന്നും ഇന്ന് തന്നെ ജാമ്യത്തുക കോടതിയിൽ ഹാജരാക്കണമെന്നും ഉത്തരവിടുകയായിരുന്നു. ഇഡിക്ക് കെജ്രിവാളിനെതിരെ യാതൊരു തെളിവും നൽകാനായിട്ടില്ലെന്ന് അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ പറഞ്ഞു. കേസിൽ സാക്ഷികളായി മാറിയവർ നൽകിയ മൊഴി മാത്രമാണ് ഇഡിക്ക് കെജ്രിവാളിനെതിരെയുള്ള കേസിന് പിന്നിലെന്നും അഭിഭാഷകൻ പറഞ്ഞു. മറ്റൊന്നും അദ്ദേഹത്തിനെതിരെ ഇഡിക്ക് പറയാനില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. കേസിൽ കുറ്റക്കാരെന്ന് പറഞ്ഞവരാണ് മൊഴി നൽകിയിരിക്കുന്നത്. അവർ ഈ കേസിൽ സത്യസന്ധരാണെന്ന് പറയാനാവില്ല. ഇവർ അഴിമതിക്കറ പുരണ്ടവർ മാത്രമല്ല, ജാമ്യം ലഭിക്കാമെന്ന് ഉറപ്പുവെച്ചവരുമാണ്. കേസിൽ കുറ്റമുക്തരാക്കാമെന്ന് ഇവർക്ക് ഉറപ്പ് ലഭിച്ചിട്ടുണ്ട്. കേസിൽ ഇതുവരെ അറസ്റ്റ് ചെയ്യാത്ത മറ്റൊരു വിഭാഗവും ഇതിലുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കേസിൽ നേരത്തെ അറസ്റ്റിലായ പ്രതിയാണ് ഗോവയിൽ കെജ്രിവാളിന്റെ ഹോട്ടൽ ബിൽ അടച്ചതെന്നും ഇയാൾ വ്യവസായികളിൽ നിന്നും വൻതുക കൈപ്പറ്റിയെന്നും ഇഡി കോടതിയിൽ ആരോപിച്ചിരുന്നു. മലയാളിയായ പ്രതി വിജയ് നായരാണ് കെജ്രിവാളിന്റെ നിർദ്ദേശപ്രകാരം അഴിമതിപ്പണം കൈകാര്യം ചെയ്തത്. ആം ആദ്മി പാർട്ടിയാണ് തെറ്റ് ചെയ്തതെങ്കിൽ ആ പാർട്ടിയുടെ തലവനും കുറ്റക്കാരാണെന്നും ഇഡി കോടതിയിൽ വാദിച്ചു. ഇഡി ഊഹാപോഹങ്ങൾ ആരോപണങ്ങളായി ഉന്നയിക്കുകയാണെന്ന് കെജ്രിവാളിന്റെ അഭിഭാഷകൻ വാദിച്ചു. വിജയ് നായർക്ക് നിർദ്ദേശങ്ങൾ നൽകിയതിന് തെളിവില്ല. ജാമ്യം നിബന്ധനകൾക്ക് വിധേയമായ തടവ് തന്നെയാണെന്നും മുഖ്യമന്ത്രി എന്ന നിലയിൽ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാൻ ജാമ്യം നൽകണമെന്നും കെജ്രിവാളിന്റെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു. അതേസമയം ബിജെപിയുടെ എംപി ഭർതൃഹാരി മഹ്താബ് ലോക്സഭ പ്രോടൈം സ്പീക്കർ. ഒഡീഷയിൽ നിന്നുള്ള എംപിയാണ് അദ്ദേഹം. രാഷ്ട്രപതിയാണ് അദ്ദേഹത്തെ നിയമിച്ചത്. പ്രോടൈം സ്പീക്കറുടെ റോൾ താൽക്കാലികമാണ്. പാർലമെന്റിലെ സീനിയറായിട്ടുള്ള അംഗത്തിനാണ് സാധാരണ ചുമതല നൽകാറുള്ളത്. കൊടിക്കുന്നിൽ സുരേഷിനെ ഒഴിവാക്കിയാണ് ഭർതൃഹാരിയെ നിയമിച്ചിരിക്കുന്നത്. ഇതിനോടകം വിവാദവും ഉയർന്നിട്ടുണ്ട്. കോൺഗ്രസ് തീരുമാനത്തിനെതിരെ രംഗത്തെത്തി. കൊടിക്കുന്നിൽ സുരേഷ് 8 തവണ എംപിയായ വ്യക്തിയാണ്. എന്തിനാണ് കൊടിക്കുന്നിലിനെ ഒഴിവാക്കിയതെന്ന് KC വേണുഗോപാൽ ചോദിച്ചു. പ്രോടം സ്പീക്കർമാരാണ് മന്ത്രിമാർക്കും എംപിമാർക്കും സത്യവാചകം ചൊല്ലിക്കൊടുക്കുക. സ്പീക്കർ നിയമനം വരെയാണ് പ്രോടൈം സ്പീക്കർക്ക് ചുമതലയുണ്ടാവുക. കട്ടക്കിൽ നിന്ന് 7 തവണ പാർലമെന്റിലെത്തിയ വ്യക്തിയാണ് ഭർതൃഹാരി. നവീൻ പട്നായിക്കിന്റെ ബിജു ജനതാദളിലായിരുന്നു അദ്ദേഹം ഇത്രയും കാലം പ്രവർത്തിച്ചത്. എന്നാൽ പാർട്ടിയുടെ പ്രവർത്തനത്തിൽ അതൃപ്തി പ്രകടിപ്പിച്ചാണ് അദ്ദേഹം BJPയിലെത്തിയത്. ഇത്തവണ ഒഡീഷയിൽ ഏറ്റവും വലിയ പാർട്ടിയായി BJP മാറുകയും ചെയ്തു. അതേസമയം സ്പീക്കർ സ്ഥാനത്തേക്ക് BJP പരിഗണിച്ചിരുന്ന നേതാവാണ് ഭർതൃഹാരി. എന്നാൽ പ്രോടൈം സ്പീക്കർ സ്ഥാനത്തേക്ക് അദ്ദേഹം വന്നതോടെ സ്പീക്കർ സ്ഥാനത്തിൽ സസ്പെൻസ് വർദ്ധിച്ചിരിക്കുകയാണ്. അതേസമയം ഈ മാസം 26-നാണ് ലോക്സഭയിൽ സ്പീക്കർ തിരഞ്ഞെടുപ്പ് നടക്കുക. ഇത് നിയന്ത്രിക്കേണ്ടത് പ്രോടൈം സ്പീക്കറാണ്. ഇതിനു പുറമെയാണ് 18 ലോക്സഭയിലെ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയ്ക്ക് ഭർതൃഹാരി മേൽനോട്ടം വഹിക്കുക. ദളിത് വിഭാഗത്തിൽ നിന്നുള്ള കൊടിക്കുന്നിൽ സുരേഷിനെ ഒഴിവാക്കിയാണ് ഭർതൃഹരിയെ നിയമിക്കുന്നതെന്ന് മാണിക് ടാഗോർ എംപിയും കുറ്റപ്പെടുത്തി. 8 തവണ എംപിയായ BJP എംപി വീരേന്ദ്രകുമാർ മന്ത്രിയായതിനാൽ കൊടിക്കുന്നിലിനായിരുന്നു ചുമതല ലഭിക്കേണ്ടിയിരുന്നത്. കൊടിക്കുന്നിൽ സുരേഷ്, TR ബാലു തുടങ്ങിയവരെ പ്രോടൈം സ്പീക്കറെ സഹായിക്കാനുള്ള പാനലിൽ ഉൾപ്പെടുത്തിയതായി അറിയിച്ച കിരൺ റിജ്ജുവിനെ മാണിക് ടാഗോർ വിമർശിച്ചിരുന്നു. പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹത്തിൽ നിന്നുള്ള കൊടിക്കുന്നിൽ സുരേഷ് 8 തവണ എംപിയായി എന്നത് കോൺഗ്രസിന് അഭിമാനമാണെന്നും KC വേണുഗോപാൽ എക്സിൽ പങ്കുവച്ച കുറിപ്പിൽ പറഞ്ഞു. അതേസമയം സ്പീക്കർ സ്ഥാനത്തേക്ക് മഖ്തബിനെ കൂടാതെ BJPയുടെ ആന്ധ്രാപ്രദേശ് സംസ്ഥാന അധ്യക്ഷൻ D പുരന്തേശ്വരിയെയും പരിഗണിക്കുന്നുണ്ട്. എന്നാൽ TDPയും നിതീഷ് കുമാറിന്റെ JDUവും സ്പീക്കർ സ്ഥാനം ലക്ഷ്യമിട്ട് രംഗത്തുണ്ട്. എന്നാൽ സ്പീക്കർ സ്ഥാനം വിട്ടുകൊടുക്കാൻ BJP തയ്യാറല്ല. സഖ്യകക്ഷികൾ ആവശ്യത്തിൽ നിന്ന് പിന്മാറാനും തയ്യാറല്ല. ഈ വിഷയത്തിൽ അധിക തീരുമാനമുണ്ടായിട്ടില്ല. നരേന്ദ്രമോദി ഇക്കാര്യത്തിൽ പാർലമെന്റ് ചേരും മുമ്പ് തീരുമാനമെടുക്കും.